2018 എവരിവൺ ഈസ് ഹീറോ എന്ന സിനിമ ഒരു വലിയൊരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ഏറ്റവും ബിഗിനിങ് എന്ന് പറഞ്ഞൊരു ഡിസാസ്റ്ററിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായത്. അത് 2018 കേരളം മൊത്തം വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാനും വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും അതിൻ്റെ വിക്ടിംസ് ആയിരുന്നു. അതിനുശേഷം വെള്ളം മാറി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സമയത്ത് വീട് മൊത്തം നശിച്ചു പോയി, എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. മൊത്തത്തിൽ ഇനിയൊരു ലൈഫില്ല എന്ന രീതിയിലൊക്കെ ഒരു ചിന്തയായിരുന്നു. 2018 ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 18, 19 വരെയുള്ള പത്രങ്ങൾ വാങ്ങിച്ച് യൂട്യൂബിൽ ആ സമയത്ത് വന്ന ടെലികാസ്റ്റ് ചെയ്ത ന്യൂസ് റിപ്പോർട്ട്സിൻ്റെ എല്ലാം വീഡിയോസ് കണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു യൂണിറ്റിയുടെ കഥ പറയുന്നുണ്ടായിരുന്നു അവിടെ. എല്ലാവരും രാഷ്ട്രീയം, ജാതി, പാർട്ടി ഇതൊന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യരായി മാറിയ കുറച്ച് കാലം വരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് ഉഗ്രൻ കഥയാണല്ലോ, ഇതൊരു സിനിമയാക്കണം. അൺസങ് ഹീറോസ് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിരിക്കും ഈ സിനിമയ്ക്ക് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായത്. ലോകത്ത് പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒന്നാണ് ഈ ഫ്ലഡ്. അതിൻ്റെ പ്രധാന കാരണം ഗ്ലോബൽ വാർമിംഗാണ്. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുന്നതുകൊണ്ടാണ് പ്രകൃതിക്ക് നമ്മളെ തിരിച്ച് ദ്രോഹിക്കേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള ഒരു സീരിയസ് ടോപ്പിക്ക് കൂടി ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനൊരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് അധികം സിനിമകളൊന്നും വന്നിട്ട് പോലും എനിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭാഗ്യം പോലെ ഒരു വൈക്കത്തൊരു ലൊക്കേഷൻ കിട്ടി. കൃത്യമായിട്ട് എല്ലാം ഒത്തുവന്ന പുഴയുടെ തീരത്തൊരു ലൊക്കേഷൻ. എറണാകുളത്തിന് വൈക്കത്തിനടുത്തുള്ളൊരു പുഴയുടെ തീരത്തുള്ളൊരു 12 ഏക്കർ സ്ഥലം ഞങ്ങൾ ലീസിനെടുക്കുകയും അവിടെ ഒരു 1.5 ഏക്കറോളം വലിപ്പമുള്ളൊരു ടാങ്ക് ഉണ്ടാക്കുകയും ഒരു 4 അടി ഹൈറ്റിലാണ് ആ ടാങ്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ നമ്മൾ വില്ലേജ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ നമ്മളൊരു 16 വീടുകളുടെ സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി, പുറം മാത്രം. അതിൽ 3 പോർഷനായിട്ടാണ്, ബേസ്മെൻറ്റ്, സെൻട്രൽ പോർഷൻ, റൂഫ്. ഇതെല്ലാം തമ്മിൽ ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്നത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് എടുത്ത് മാറ്റിയാൽ അത്തരം പോർഷൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ തോന്നും. കുറച്ചും കൂടി വെള്ളം കയറിയത് കാണിക്കാൻ വേണ്ടി നമ്മൾ മിഡിൽ പോർഷൻ എടുത്ത് മാറ്റിയാൽ അത്രയും വെള്ളം കയറി പോലെ തോന്നും. എബിൻ്റെ വീട്ടിലൊക്കെ അവസാനം എബിന് CPR കൊടുക്കുന്ന സീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റൂഫ് മാത്രം എടുത്ത് ടാങ്കിൽ വെച്ചിട്ടാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ 16 സ്ട്രക്ചറുകൾ വീടുണ്ടാക്കിയപ്പോൾ 4 ഫേസ് ഉണ്ടായിരുന്നു ഈ വീടുകൾക്ക്. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 4 ഫേസ് ഉള്ളതുകൊണ്ട് ഇത് പല കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഒരുപാട് വില്ലേജസ് ഉണ്ടാക്കാൻ പറ്റി. അവിടെ സെറ്റിട്ട സെയിം സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഒരു കവലയും ഉണ്ടാക്കി സെറ്റുണ്ടായത്. അപ്പോൾ കവല വെള്ളം കയറുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അതും നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. എല്ലാ തരത്തിലും നമുക്ക് ഒത്തിണങ്ങിയ ഒരു ലൊക്കേഷൻ കിട്ടിയതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്. കടലിലെ കുറേ ഇതുണ്ട്, ആദ്യം തന്നെ സ്ക്രിപ്റ്റിൽ കാണിക്കേണ്ട. അപ്പോൾ ഇത് കടലെങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യും? നമുക്ക് ഒരിക്കലും കടലിൽ പോയിട്ട് ഇതെല്ലാം ചെയ്യുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസേൺ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഒരു മലയാള സിനിമ ചെയ്യണം. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളതിന് ഹൈ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഈ സിനിമയിൽ ഒരു 128ഓളം കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ മുഴുവൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഓഡിയൻസിന് അവരെ കണക്ട് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം ഫ്ലഡ് വരുന്നതെല്ലാം ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിൽ ഫ്ലഡ് വരുന്നതും ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് എന്ന് പറയുന്ന ഏരിയയൊക്കെ വരുന്നത്. അപ്പോൾ അതുവരെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഈ കഥയുടെ സ്ലോ പേസും കാണികളെ പിടിച്ചിരുത്തുമെന്നുള്ളത് ഒരു ഡൗട്ട് തോന്നിയതുകൊണ്ട് ഫിഷർമാൻ്റെ സ്ട്രെങ്ത്ത് കാണിക്കാനും ഫിഷർമാൻ എന്തുമാത്രം കേപ്പബിളാണെന്ന് കാണിക്കാനും വേണ്ടി ഒരു സീൻ ഉണ്ടായിരുന്നു പടത്തിന്. ആദ്യം ആ ഒരു 15 മിനിറ്റിൽ വരുന്ന സീനുണ്ട്, ഒരു കടൽ സീക്വൻസ്. അത് ഓഡിയൻസിനെ ഈ സിനിമയിലേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും.
വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക, ബോട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാനൊക്കെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് സമയമെടുക്കുന്നൊരു പരിപാടിയും എക്സ്പെൻസീവ് ആയി തോന്നിയത് കൊണ്ടും അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. ഒരു ഭയങ്കര കടൽക്ഷോഭമൊന്നും അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കമ്പി വെൽഡ് ചെയ്തിട്ട് ആൾക്കാരെ പിടിച്ച് കൊടുക്കാം വെള്ളത്തിൽ കിടന്ന്. അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നു 10-15 പേരെങ്കിലും ഒരു ബോട്ടിന് ചുറ്റും ഫുൾ ടൈം വെള്ളത്തിലുണ്ടാവും. അസിനേറ്റർ ഉണ്ടാവും, ആർട്ട് അസിസ്റ്റൻസ് ഉണ്ടാവും, ആർഡേറ്റർ ഉണ്ടായിരുന്നു. തിരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ആമുള്ള JCB കൊണ്ടുവന്നിട്ട് ആ JCBയിൽ നമ്മൾ ബാരൽ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ടാങ്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റാമ്പ് വഴി നമ്മൾ വെള്ളം ഒഴിച്ച് താഴത്തേക്ക് സ്പീഡിൽ കൊണ്ടുവന്ന് ഇറക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ 2 സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ഡൗണിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹൈറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും വർക്കായിട്ടുണ്ടായിരുന്നു സംഗതി. ഒരുപാട് പേര് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാ ആ സീക്വൻസിൻ്റെ സ്റ്റോറി ബോർഡെല്ലാം ഞങ്ങൾ സ്റ്റോറി ബോർഡ് പ്രിൻ്റ് എടുത്ത ഓരോ ഫോട്ടോ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞങ്ങളത് പറിച്ച് എല്ലാവരും കൈയടിക്കുന്ന ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഈ പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിലൊന്ന് ഹെലികോപ്റ്റർ സീക്വൻസ് ആയിരുന്നു, എയർലിഫ്റ്റ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു. അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ സീൻ ശരിക്കും ചെയ്യാൻ ഏറ്റവും പാടുള്ള സീനായിരുന്നു. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് തന്നെയായിരുന്നു ആ സീൻ ചെയ്യാൻ. ഹെലികോപ്റ്റർ ഒരിക്കലും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ റിസർച്ച് നടത്തി, എങ്ങനെയായിരുന്നു അവരുടെ ഹെലികോപ്റ്റർ ഇരുന്നിരുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു, അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 99% സെയിം പോലെ തന്നെയാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. അതിന് ഒരു ക്രെയിനിൽ തൂക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്രൊപ്പലറും മഴയും വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. 8 ഫുൾ രാത്രികൾ കൊണ്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ഹെലികോപ്റ്റർ വന്ന സമയത്ത് ഓട് പറന്നു പോകാൻ വേണ്ടി നമ്മൾ തെർമോക്കോളിൻ്റെ ഓട് ഉണ്ടാക്കി. അത് ടോയിൻ വെച്ചിട്ട് കെട്ടി വലിക്കുകയും അത് ഹെലികോപ്റ്റർ വരുമ്പോൾ പറന്നു പോകുന്ന പോലെ തോന്നുകയും. പേടിക്കണ്ട. പ്രൊപ്പലർ തൂക്കിയിടുക, അതിൽ തന്നെ റെയിൻ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടും ഒരു 300-400 പേര് ഉണ്ടാവും താഴെ. ക്രൂ മെമ്പേഴ്സ് 100-120 പേരുണ്ടാവും. റോപ്പുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു അതിൽ. വിത്ത് മഴ, രാത്രി, എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് പോയ ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ആദ്യം കുറേ ഷോട്ടുകൾ പ്ലാൻഡ് ആയിട്ടുള്ള ഷോട്ടുകളെല്ലാം താഴെ നിന്നുള്ള ഷോട്ടുകളായിരുന്നു, വൈറ്റ് ഷോട്ടും എല്ലാം. വൺസ് ഒരു പോയിന്റ്, അപ്പോൾ നമ്മൾ മേലെ നിന്നുള്ള ഷോട്ട് ആദ്യം ഉള്ളിൽ നിന്ന് ഷോട്ട്സ് എന്തായാലും വേണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഹൈറ്റ് ഡൗൺ ചെയ്ത് ചീറ്റ് ചെയ്ത് ഗ്രീൻ മാറ്റൊക്കെ വെച്ചൊക്കെ എടുക്കാം, VFXൻ്റെ സഹായത്തോടെ എടുക്കാം എന്നുള്ളതായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നിങ്ങൾ ഉണ്ടാക്കി, അത് എക്സ്റ്റീരിയർ ഷോട്ട്സിനൊക്കെ അത് ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ട്സ് മാത്രമല്ല ഇൻറ്റീരിയറും നമ്മൾ അതിൻ്റെ ഉള്ള ഷൂട്ട് ചെയ്താൽ അതിലൊരു പട്ടി വരെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ പട്ടിയുടെ ലുക്ക് പോലും നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഹെലികോപ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവികൾക്ക് അതുവരെ കാണാതിരുന്നൊരു ഭാവഭേദം വരും, അതുപോലും നമുക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ എല്ലാം ഒത്തു വന്ന ഒരു എല്ലാ കാലത്തും എന്താ പറയുക, എയർലിഫ്റ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്ത ഒരു രീതി മാത്രമാണ് ഈ സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീനായി മാറിയ ആ സീൻ. എവിൻ്റെ വീടും ബാക്കി ഫ്ലഡ് ചെയ്യുന്നതും ഒക്കെ ഒരു സ്ഥലത്ത് ആണെന്നുള്ള ആദ്യം മുതലേ നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. വീട് വെള്ളം മുങ്ങുക എന്നുള്ളതിന് ഉപരി നമുക്ക് വെള്ളത്തിൽ വീട് മുക്കുക എന്നുള്ള പരിപാടിയാണ് പുള്ളി തന്നെ പറഞ്ഞ ഐഡിയ ആണ്. വീടുകൾ കുറച്ച് സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്കതിനൊരു 3 ഭാഗമായിട്ട് ഉണ്ടാക്കാം. താഴത്തെ ഭാഗം മാറ്റിയാൽ വെള്ളം അത്ര മികരും. അങ്ങനത്തെ ഒരു ഐഡിയ പുള്ളി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. കാരണം അതാണ് പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പമാണ്, എക്കണോമിക്കലി നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതായത് സാധാരണ നമ്മൾ കാണുമ്പോൾ വെള്ളം പൊങ്ങിയാണ് വരുന്നത്. ഇത് ആക്ച്വലി വെള്ളത്തിൻ്റെ ലെവലൊന്നും മാറുന്നില്ല, വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്നു. വീടുകളാണ് താഴ്ന്നു വരുന്നത്. ഇത് അതിന് മണിച്ചേട്ടനും ചൂടേട്ടനും കൂടി കണ്ടുപിടിച്ച ഐഡിയ വളരെ ഗംഭീരമായിരുന്നു. 2018 എവരിവൺ ഈസ് ഹീറോ എന്നുള്ള സിനിമ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് അഭിമാനമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ 1-2 സ്റ്റെപ്പുകൾ മാത്രം മതി. അതൊരു ചെറിയ സ്റ്റെപ്പായിരിക്കും ചിലപ്പോൾ. ആ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ സ്റ്റെപ്പായി മാറും, അത് അതിലും വലിയ സ്റ്റെപ്പായി മാറും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനൊരു വളരെ
നോർമൽ ഫിലിം മേക്കറാണ് ഞാൻ. സാധാരണഗതിയിൽ സിനിമകളിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ഷോർട്ട് ഡിവിഷനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. എന്നെ സംബന്ധിച്ച് 2018 എവരിവൺ ഈസ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഉണ്ടായ സിനിമയാണ്. എല്ലാ ദിവസവും ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സിനിമ പഠിക്കുന്ന ഒരു ഫിലിം ബഫിന് ആർക്ക് വേണമെങ്കിലും എത്ര വലിയ സിനിമകളും ഏത് സ്കെയിലിലും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2018 എവരിവൺ ഈസ് ഹീറോയും ഞാനെന്ന ഫിലിം മേക്കറും. അതുകൊണ്ട് സിനിമ സ്നേഹിക്കുക, സിനിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് അല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. മലയാള സിനിമ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഈ കൊച്ചു ശ്രമത്തിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.